എനിക്ക് ഭാഗ്യം ലഭിച്ചപ്പോൾ തന്നെ ആരുടെയൊക്കെയോ ഒരു മനം തിരിവിനായിട്ട് ഒരു പ്രാവശ്യം കൂടി കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട്, ഈ ദേശത്തെ അതെ ആദരിക്കുന്നത് കൊണ്ട് ദൈവം ഈ കാലാവസ്ഥകളൊക്കെ പ്രതികൂലമാണെങ്കിലും ദൈവം ഇങ്ങനെ അയക്കാനായിട്ടിടയായത്. ഞങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരു പ്രത്യേക ഈ കാലാവസ്ഥയിലൊരു ജോലിയൊന്നുമില്ലാത്തത് കൊണ്ടല്ല, പ്രത്യേകിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് കൊണ്ട് ഇന്ന് പ്രസംഗിച്ചേക്കാമെന്നതല്ല. ഈ സത്യം അറിഞ്ഞ നാൾ മുതൽ ഞങ്ങളിൽപ്പെട്ട പലരും ഗ്രാമങ്ങൾ ജംഗ്ഷനുകൾ വ്യത്യസ്തമായ ദേശങ്ങളിൽ ഈ സുവിശേഷങ്ങൾ അറിയിക്കുന്നവരാണ്. എന്നാൽ ഒരു കാലഘട്ടത്തിൽ ഈ ലോകത്തിൻ്റെ മോഹങ്ങളുടെ സന്തോഷങ്ങൾ, സുഖങ്ങളൊക്കെ ഞങ്ങൾ തിരിച്ച് അറിഞ്ഞിട്ടുണ്ട്. അതിനകത്തൊക്കെ ആയിട്ടുള്ളത് ഏകദേശം എൻ്റെ വളരെ ചെറുപ്രായം മുതലേ മദ്യപാനിയായിരുന്നൊരു സാഹചര്യം എനിക്കുണ്ട്. അന്നൊക്കെ മദ്യത്തിനൊന്നും ഇത്ര വിലയൊന്നുമില്ല, ഇഷ്ടം പോലെ മദ്യം, അതുപോലെ മയക്കുമരുന്ന്, മറ്റ് നിരവധി കഞ്ചാവൊക്കെ ഒരുപാട് ഉപയോഗിക്കുവാനിടയായിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ ആ സമയങ്ങളിൽ ഒരു വലിയ സന്തോഷവും ഒരു ആനന്ദവും ഒക്കെ പകരുമെങ്കിലും പിന്നത്തേത് അതിൽ പല കേസുകളിലും ചെന്ന് പെടുന്നതും, ഭവനത്തിനകത്ത് സമാധാനമില്ലാത്ത അവസ്ഥകൾ, ഭവനത്തിനകത്ത് വസ്ത്രമില്ലാത്ത, അത് പുറത്തോട്ട് ഇറങ്ങി പോകേണ്ടതിന് വസ്ത്രങ്ങൾ വേണ്ടുന്നതുപോലെ മാറി ധരിപ്പാനില്ലാത്ത സാഹചര്യങ്ങൾ ഒക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ആയ ഒരു അനുഭവങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാൽ ഈ സർവശക്തനായ കർത്താവിനെ കണ്ട ആ ദിവസം മുതൽ അത് പറയാൻ കഴിയും, ധാരാളം സാമ്പത്തികങ്ങളുടെ കലങ്ങളല്ല, പ്രത്യേകാൽ അത് ദൈവം തരുന്ന സന്തോഷം. ഒരിക്കൽ കർത്താവ് തിരുവെടുപ്പിനകത്ത് വ്യക്തമായി ബൈബിൾ പറയുന്നു, തൻ്റെ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു, അത് ഈ ലോകം തരാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഈ ലോകം തരാത്ത ഒരു സമാധാനത്തെക്കുറിച്ച് അത് പറയാനും കൂടെ ഈ സന്ദേശ യാത്ര എത്തിച്ചേർന്നിരിക്കുന്നത്. മാത്രമല്ല, എല്ലാവർക്കും ആ സമാധാനം കിട്ടത്തില്ല. പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ്റെ ശിഷ്യന്മാരോടാണ് പറഞ്ഞിരിക്കുന്നത്, അത് ഈ ലോകം തരാത്ത സമാധാനം. അത് അല്പസമയങ്ങൾ അത് മുൻപ് വരെയും ഒരുപക്ഷെ സമാധാനങ്ങൾ അത് ഭവനത്തിനകത്ത് മനസ്സിന് സന്തോഷമില്ലാതെ വ്യത്യസ്തമായ ആരെങ്കിലും ഏതെങ്കിലും കുടുംബത്തിനകത്ത് എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ആമേൻ, സമാധാനത്തിൻ്റെ പ്രഭുവായ ഒരു കർത്താവുണ്ട്. ആ കർത്താവിനെ, ആ ദൈവത്തെ വെളിപ്പെടുത്താനാണ് ഈ കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളിലും ഇത്ര വില മുടക്കി അത് ഈ ദേശത്ത് വീണ്ടും ഒന്നും കൂടെ കടന്നു വരുവാനായിട്ട് ഇടയായത്. ആമേൻ. ഇന്ന് ഈ സന്ധ്യയോടടുക്കുന്ന ഈ മണിക്കൂറുകളിൽ ഇത് ഏറ്റവും വിലപ്പെട്ട സന്ദേശങ്ങളായി കേൾക്കുവാൻ ചാരത്തും ദൂരത്തുമായിരിക്കുന്ന ശ്രദ്ധിക്കുന്നവർ വളരെ വില കൊടുക്കുന്നുവെങ്കിൽ ഇതിനകത്ത് വളരെ സന്തോഷം നമുക്ക് കുടുംബത്തിനകത്ത് അനുഭവിക്കാനായിട്ടിടയാകും. പോലീസ് അധികാരികൾക്കും ദേശത്തിനും ഒക്കെ ഒരു കാലഘട്ടത്തിൽ വളരെ ശക്തമായ തലവേദനയായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇതിനകത്ത് പലർക്കും അത് തന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുതായിട്ട് ഞാൻ എടുത്തു പറയും. ആ സന്തോഷം അനുഭവിക്കാൻ കർത്താവ് ഭാഗ്യം നൽകി. ഇന്ന് ഒരു കണക്കിന് ഒന്നും കൂടെ ശബ്ദം ഉയർത്തി പറഞ്ഞാൽ ഞങ്ങൾ കുടുംബമായിട്ടാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം ഈ സന്തോഷം എല്ലാ ഹൃദയങ്ങളിലും അനുഭവിക്കുവാൻ, സന്തോഷിക്കുവാൻ ഞങ്ങൾക്ക് കുടുംബമായി കാരണമായത് കൊണ്ടാണ്. ഏകദേശം ഇനി അടുത്ത എൻ്റെ ചിന്തയിൽ പറഞ്ഞ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ അന്ന് മുതൽ ഇന്ത്യക്ക് മൊത്തത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുക. അത് നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായി കിട്ടിയേക്കുക. എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്ത് വേണമെങ്കിലും പ്രവർത്തിക്കാം. പക്ഷേ ഒരു മനുഷ്യൻ്റെ മരണാനന്തരം ഒരു ജീവിതമുണ്ട്. ആമേൻ. ഈ ലോകം അവസാനിക്കുന്ന ഒരു ദിവസമുണ്ട്. ഒരു വാഹനമാണെങ്കിലും ഏത് സംഗതികളാണെങ്കിലും അതിൻ്റെ കാലാവധികൾ, അതിൻ്റെ ടൈമുകൾ, സമയം തീരുന്ന ഒരു അവസരമുണ്ട്. ആ ദിവസത്തിൽ ഈ മരണാനന്തരമായിട്ടുള്ളൊരു ദിവസവും ഒരു ജീവിതവും ഒരു സ്വർഗവും ഒരു നിത്യതയും അതേ ഉണ്ട്. നിത്യ നരകമുണ്ട്, നിത്യ സ്വർഗമുണ്ട്. അതിനകത്തേക്ക് പോകുവാനാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ലോകത്തിലെ സകല ഇമ്പങ്ങളും മോഹങ്ങളും ഒക്കെ മാറ്റിവെച്ചിട്ട് ആമേൻ കാഹളം ധരിക്കുന്ന ഒരു ദിവസം വരും. ആമേൻ. യേശു ഇതിലേ വരുന്നത്, യേശു എങ്ങനെയാ വെളിപ്പെടുന്നത്, യേശു ഏത് ഭാഷയിലാണ്
വിളിക്കുന്നത്, യേശു ഏത് മലയിൽ കയറി നിന്നായിരിക്കും വിളിക്കുന്നതെന്നൊക്കെ പലരും ഉച്ചരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഒരൊറ്റ സൂര്യൻ കൊണ്ട് നമുക്ക് മുഴുവനും ഇവിടെ വെളിച്ചം തരുന്നത് പോലെ ഈ ഭൂലോകത്തിന് ഏത് ഭാഷയിലും ഇനി രണ്ട് അതേ സമയങ്ങളിൽ സൂര്യൻ ഉദിക്കാത്ത രീതിയിൽ ഒരൊറ്റ കാഹളം ധനിക്കുമ്പോൾ സകല ഭൂലോകത്തിലും ഈ ശബ്ദം തിരിച്ചറിയത്തക്ക വിധത്തിൽ കർത്താവിന് വിളിക്കാൻ ഇത്രത്തോളം ചമച്ചവന്, നമ്മളെയൊക്കെ ഈ രൂപം തന്നവന് അത് കഴിയുമെന്നുള്ളൊരു കാര്യം ആരും മറന്നു പോകരുത്. അതുകൊണ്ട് വിലപ്പെട്ട സമയങ്ങൾ, വളരെ കൊച്ചു കുഞ്ഞുങ്ങൾ വരെയും ഇപ്പോൾ വളരെ ലോകത്തിനും മോഹത്തിനും അത് പിടിയിൽപ്പെട്ട് വ്യത്യസ്തമായ വാഹന അപകടങ്ങൾ, മദ്യം, ലഹരികൾ വ്യത്യസ്തമായതുള്ളത് ഉപയോഗിച്ച് റോഡിൽ ഒലിഞ്ഞു മാറുന്ന ഈ കാലഘട്ടത്തിൽ ഒന്നും കൂടെ പറയുന്നു, അത് ഈ രക്ഷകനായ കർത്താവിനെ അനുഗമിക്കാൻ തയ്യാറായാൽ സമൂഹത്തിൽ മാത്രമല്ല ഭവനത്തിൽ, ദേശത്തിൽ ഒക്കെ നമുക്കൊരു സമാധാനം, ഒരു സന്തോഷം, ഒരു മാന്യത, ഒരു വില അത് തരുവാനായിട്ട് ഇടയാകും. ഒരു കാലഘട്ടത്തിൽ എന്നെയൊക്കെ പിടിക്കാൻ 9 പ്രാവശ്യമൊക്കെ എൻ്റെ വീട്ടിൽ വന്ന പോലീസുകാരുടെ വീട്ടിൽ പ്രസംഗിക്കാൻ, യോഗത്തിന് പോകാൻ എനിക്കിടയായിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ അവർ എന്നോട് ഇങ്ങോട്ട് സാക്ഷ്യമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാനിത് പറയാൻ കാരണം, അതുകൊണ്ട് ഈ രക്ഷകനെ സ്വീകരിച്ച് എത്രയും വേഗത്തിൽ കർത്താവിൻ്റെ വരവ് ആമേൻ വളരെ വേഗത്തിലായിരിക്കാൻ, അവനിൽ വിശ്വസിക്കുവാൻ, അവനിലേക്ക് ചേരുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ വിട്ടുകൊടുത്ത് മനസ്സുകളെ തിരിഞ്ഞ് മതം മാറുകയല്ല, മനസ്സിന് മാറ്റം വരുത്തി മടങ്ങി വരുവാൻ പ്രിയ സുഹൃത്തെ, സഹോദര, മാതാവേ, പിതാവേ, പാരമ്പര്യങ്ങളോ ആമേൻ കുലശ്രേഷ്ഠതകളോ കുടുംബത്തിൻ്റെ അഡ്രസ്സിൻ്റെ വലിപ്പമോ ഒന്നും നമ്മളെ ഒന്നുമാക്കി തീർക്കില്ല. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചാൽ കർത്താവ് നമ്മളെ ആമേൻ ഒരു നിത്യരാജ്യത്തിന് അവകാശിയാക്കി തീർക്കും. അതിനായിട്ട് നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എനിക്ക് ലഭിച്ച സമയത്തിന് ഞാൻ നന്ദി പറഞ്ഞു. മൈക്ക് കൈമാറുന്നു. ദൈവം സഹായിക്കട്ടെ.